മോഹൻലാലിൻ്റെ സന്തത സഹചാരിയായ ആന്റണി പെരുമ്പാവൂരിനെ അറിയാത്ത മലയാളികളില്ല. ഡ്രൈവറായി വന്ന് ലാലിൻ്റെ എല്ലാമെല്ലാമായി മാറുകയായിരുന്നു. സിനിമ തിരഞ്ഞെടുക്കുന്നതിലും ബിസിനസ് കാര്യങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആരാധകനെന്ന നിലയിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയാറുണ്ട്. മോഹൻലാലിലേക്ക് എത്താനുള്ള ആദ്യ കടമ്പ ആന്റണിയാണെന്ന് സിനിമയിലുള്ളവർ തന്നെ പറയാറുണ്ട്. ഇപ്പോഴിതാ മോഹൻലാലിൻ്റെ പിറന്നാളിനെക്കുറിച്ചും ദൃശ്യം 3 റിലീസിനെക്കുറിച്ചുമൊക്കെ വാചാലനായിരിക്കുകയാണ് അദ്ദേഹം. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് മെയ് 21. എല്ലാ മലയാളികൾക്കും മറക്കാൻ പറ്റാത്ത ദിവസം. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലാൽ സാറിൻ്റെ ജന്മദിനമാണ്. ഒരുപാട് വർഷം അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ആ കുടുംബത്തിനൊപ്പമായി ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയൊരാളാണ് ഞാൻ. ആ സന്തോഷവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ജന്മദിനത്തിൽ അതേ ദിവസം തന്നെ ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിൻ്റെയും ലാൽ സാറിൻ്റെയും ഏറ്റവും വിജയിച്ച ചിത്രങ്ങളിലൊന്നായ ദൃശ്യം 3-ാം ഭാഗവും റിലീസ് ചെയ്യുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിജയചിത്രമായി ഇത് മാറട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. ലാൽ സാറിന് എല്ലാവിധ പ്രാർത്ഥനയും സ്നേഹവും എല്ലാവർക്കും വേണ്ടി എന്നിലൂടെ എല്ലാ സ്നേഹവും അറിയിക്കുന്നുവെന്നായിരുന്നു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. അഭിമുഖങ്ങളിലെല്ലാം ആന്റണിയെക്കുറിച്ച് മോഹൻലാലും വാചാലനാവാറുണ്ട്. ആശീർവാദ് നിർമ്മിച്ച ചിത്രങ്ങളിലെല്ലാം അഭിനേതാവായും ആന്റണി എത്താറുണ്ട്. ദൃശ്യം 3 കാണാനായി താനും തിയേറ്ററിലേക്ക് എത്തുമെന്ന് നേരത്തെ മോഹൻലാൽ പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ആന്റണിക്കും സിദ്ധുവിനുമൊപ്പമായി കവിത തിയേറ്ററിലേക്ക് മോഹൻലാൽ എത്തുകയായിരുന്നു. ലാലിൻ്റെ വരവും ചിത്രത്തെക്കുറിച്ചുള്ള കമൻറ്റുമെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പോയതിനു ശേഷം ആദ്യ പിറന്നാളാണ്. ആ വിഷമം മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രം അമ്മയ്ക്ക് കാണാനായില്ലല്ലോ എന്നത് തന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണെന്ന് നേരത്തെ തന്നെ മോഹൻലാൽ പറഞ്ഞിരുന്നു.